ബമ്പർ, അതുപോലെ തന്നെ ഹാർഡ് ടോപ്പ്, AC, പവർ സ്റ്റിയറിംഗ്, 4 വീൽ ഡ്രൈവ്, അതും CRDA എഞ്ചിന് വരുന്ന വാഹനം. AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, റിമോട്ട്, ഹാർഡ് ടോപ്പ്, അതും പ്രൊജക്ടർ എല്ലാം DRL കാര്യങ്ങൾ, വീതി കൂടിയ ടയർ, ഡിസ്ക്, മറ്റേ ഓഫ് റോഡ് ബമ്പർ, ബാക്ക് ബമ്പർ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് എക്സ്ട്രാ ഫിറ്റുള്ള വണ്ടിയല്ലേ? എഞ്ചിന് കാര്യങ്ങളൊക്കെ പക്ക 76,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇത് കേരള വണ്ടിയല്ലേ? ഒറിജിനൽ കേരള, KL 0224400 നമ്പർ. നല്ല ഫാൻസി നമ്പർ. എത്രയാണ് ആസ്ക് ചെയ്യണേ? 5,99,000 രൂപയ്ക്ക് ഈ വാഹനം കൊടുക്കാം. ലോൺ എത്ര കിട്ടും? ലോൺ നമുക്ക് ഒരു 5 ലക്ഷത്തിന്റെ ഉള്ളിൽ ലോൺ, ഒരു 4 ഓക്കെ. അപ്പൊ നല്ല തീപാറുന്ന 7 സീറ്റ് വാഹനങ്ങളുടെ പുത്തൻ സ്റ്റോക്കുമായി വീണ്ടും ഞാൻ എന്നുള്ളത് നമ്മുടെ വണ്ടൂരിലെ RB മോട്ടോഴ്സിലാണ്. ഷമീർ ഖാൻ എന്റെ കൂടെ ഉള്ളത്. ഷമീർ ഖാൻ എന്തൊക്കെയുണ്ട്? കഴിഞ്ഞൊരു വീഡിയോ കാണിച്ചിരുന്നു, അതിന്റെ 2ാമത്തെ എപ്പിസോഡാണ്. 7 വലിയ വാഹനങ്ങൾ. അപ്പൊ ഇവിടെ നമുക്ക് ഇന്നോവ തന്നെ തുടങ്ങാം. ആദ്യമായിട്ട് ഈ ഒരു വൈറ്റ് MP MLA മന്ത്രിമാരൊക്കെ ഉറ്റുനോക്കുന്ന വൈറ്റ് ഇന്നോവ പറയും. ഇത് 2015 മോഡല്, 15 ലാസ്റ്റ് വാഹനമാണ്. ഇത് കേരള വണ്ടി, ഒറിജിനൽ കേരള വണ്ടി. ഒന്ന് നോക്കാല്ല, കണിജി മിനിറ്റ് എടുക്കാം. ഇത് 83,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ജെനുവിൻ കിലോമീറ്റർ. ഇതിപ്പോ നമ്മൾ ഇതിലിപ്പോ കസ്റ്റമർക്ക് ഇതിന് ലോൺ ഉണ്ട് കേട്ടോ. നിലവിൽ നമ്മളെ ഇന്നൊരു ക്രിസ്റ്റ എക്സ്ചേഞ്ച് ചെയ്ത് പോയപ്പോ ലോൺ, അതിന്റെ പേയ്മെന്റ് ഒക്കെ അവര് ഫുള്ള് തന്നു. ഇതിനും ഒരു ചെറിയൊരു എമൗണ്ട് പെൻഡിങ് ആക്കി വെച്ചിട്ടുണ്ട്. അത് വിൽക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അവർക്ക് ഏകദേശം ഒരു 3/4 ഭാഗത്ത് ലോൺ തന്നെ ഉണ്ട്. ശ്രീരാമിലാണ് ലോൺ ഉള്ളത്. 2015 വണ്ടി, ഓട്ടം കുറവുള്ള വാഹനം. ഓണർഷിപ്പ് 5ാമത്തെ ഓണർഷിപ്പ് ആയിട്ടുണ്ട്. അപ്പൊ കുഴപ്പമില്ല, റേറ്റിൽ വ്യത്യാസമുണ്ട്. 15 V ഇന്നോവ ടൈപ്പ് 4 കമ്പനി വരുന്ന V ഇന്നോവ കേരള വണ്ടിക്ക് 11.5, 10.45, 11, 11.5 ആ റേഞ്ചിൽ വില ഉണ്ട്. ഈ വാഹനം 8,90,000 രൂപ തരാൻ പറ്റും. 8,90,000 കൊടുക്കാൻ പറ്റും. V ആണ്, ഒറിജിനൽ കേരള വാഹനമാണ്. കിലോമീറ്റർ ജെനുവിൻ കിലോമീറ്റർ ആണ്. അത് നിങ്ങളുടെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ലാസ്റ്റ് സർവീസ് 63,000 2024 ചെയ്തിട്ടുണ്ട്. 63,000 പിന്നെ സർവീസിന് പോയിട്ടില്ല. അപ്പൊ മാർക്കറ്റിൽ ഒരു 13 ലക്ഷം രൂപക്ക് ചോദിക്കുന്ന 12 ലക്ഷം രൂപന്റെ അടുത്ത് എന്തായാലും ചോദിക്കും ഈ വണ്ടിക്ക്. അതെ, കിലോമീറ്റർ കുറഞ്ഞ കണ്ടീഷൻ. ഇതിന്റെ കിലോമീറ്റർ കുറഞ്ഞ വണ്ടിയുടെ വില. ഇത് പ്രശ്നങ്ങൾ ഇപ്പൊ ഈ ഓണർഷിപ്പ് ആയതുകൊണ്ട് മാത്രമാണ് ഇത്രയും വില. ഈ ഫ്രണ്ട് ഗ്ലാസും കമ്പനി പുറത്തുനിന്ന് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ വേറെ പ്രശ്നങ്ങളില്ല. എന്നിട്ടും നിങ്ങൾ വണ്ടി ചെക്ക് ചെയ്തിട്ട് മാത്രം എടുത്താൽ മതി. കിലോമീറ്റർ കാര്യത്തിൽ നമ്മൾ ഗ്യാരണ്ടി ഉണ്ട്. നമ്മൾ വണ്ടി നമ്പർ ഉണ്ട്, KL 8 ആണ്, 8088 ഫാൻസി നമ്പറാണ്. അപ്പൊ ഈ റേറ്റ് 8,90,000, 8 ലക്ഷം വരെ ലോൺ ചെയ്യാം. അപ്പൊ ആവശ്യക്കാർ വന്നോട്ടെ, 8,90,000 വേണമെങ്കിൽ ലോൺ ചെയ്തു ലോൺ ചെയ്യാം, ഫുൾ ലോൺ ചെയ്യാം, ഒരു ടെൻഷനും വേണ്ട. കസ്റ്റമർ ബാങ്കിങ് അല്ല, നിങ്ങൾ ഇവിടെ ഉള്ള ഏകദേശം വാഹനങ്ങൾക്ക് ഫുൾ ലോൺ കൊടുക്കാം. മാക്സിമം ഒരു 3/4% വാഹനങ്ങൾക്ക് ഫുൾ ലോൺ. ഇതും ഫുൾ ലോൺ ചെയ്യാൻ പറ്റും. ഇതും ഫുൾ ലോൺ ചെയ്യാൻ പറ്റും. കസ്റ്റമറുടെ ബേസ് ചെയ്തിട്ടാണ് ഇതൊക്കെ വരിക. സിബില്, ബാങ്കിങ്, ഇൻകം പ്രൂഫ്, എല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതും ഫുൾ ലോൺ ചെയ്യാൻ പറ്റും. ഇതെങ്ങനെയായിരുന്നു മോഡല്? 12-12 മാസം 11 മാസം കേരള വണ്ടി അല്ല, നമ്പർ ആയ വണ്ടിയാണ്. ഇത് 2012 ലാസ്റ്റ് വണ്ടി. നിലവിൽ നമ്പർ ആയിട്ടുണ്ട്. UP നമ്പർ ആയതാണ്. അതിൽ കാണിക്കുന്ന 2 ലക്ഷം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. നമ്മളങ്ങനെ ഈ മോഡലൊന്നും അങ്ങനെ വലിയ ഗ്യാരണ്ടി പറയുന്നില്ല, കാരണം കിലോമീറ്റർ നമ്മൾ ഹിസ്റ്ററി നോക്കിയിട്ടില്ല. മേജർ ആക്സിഡന്റ് ഒന്നുമില്ല. 2012 മോഡല്. ഇതും എക്സ്ചേഞ്ചിൽ വന്നതാണ്. G4 എക്സ്ചേഞ്ചിൽ തന്നെ വന്നതല്ല. ഇത് നമുക്ക് നമ്പർ ആയിട്ടുള്ള വാഹനം. എത്ര കൊടുക്കാം? ഇത് 4,90,000 കൊടുക്കാം. 4,90,000 മാക്സിമം ലോൺ ചെയ്യാം. 4,90,000 അല്ല, 5,4 വരെ ലോൺ ഇതില്ല. ഇത് ഇന്റർകൂളറും കൂടിയാണ്. ഇന്റർകൂളർ വണ്ടിയാണ്. മെക്കാനിക് നിങ്ങൾക്ക് 100% വിശ്വസിക്കാം. ബോഡി ഞാനൊരു 85% അത് ബോഡിയുടെ ഷേപ്പ് കുറവുണ്ട്. അതുകൊണ്ടാണ് റേറ്റ് കുറയുന്നത്. വേറെ മെക്കാനിക്, എഞ്ചിൻ സൈഡ്, ഗിയർ ബോക്സ്, മെക്കാനിക് പൊതുവെ നോക്കേണ്ട ആവശ്യമില്ല. ഇന്റർകൂളർ എഞ്ചിൻ ഉണ്ടല്ലോ, ഇന്റർകൂളർ എഞ്ചിനിൽ മിക്കതും പവർ കുറവുണ്ടാവലുണ്ട്, അത് വൈബ്രേഷൻ ഉണ്ടാവലുണ്ട്. അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട്. അതെ, ടയർ 4 ഒരു 90% ഉണ്ട്. UPയിലുള്ള അഡ്രസ്സിലാണ് ഇപ്പോഴും ഇൻഷുറൻസ് ഉള്ളത്. ലോൺ ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ പുതിയ ഇൻഷുറൻസ് കേരളത്തിൽ അടക്കേണ്ടി വരും. ആ ഇൻഷുറൻസിന്റെ PDF ഫോട്ടോ ഒക്കെ ഉണ്ടായിട്ട് നിലവിൽ ഈ ഒരു വാഹനം നമുക്ക് 4,90,000 കൊടുക്കാൻ പറ്റും. നമുക്ക് ഒരു സിൽവർ കളറിലായിരുന്നു. ഇതെങ്ങനെയായിരുന്നു? ഇത് പഞ്ചാബ് രജിസ്ട്രേഷൻ ആണ്. പഞ്ചാബ് അല്ല, നമ്പർ ആയിട്ടില്ല. പഞ്ചാബ് ഇപ്പൊ NOC എടുത്തിട്ടില്ല. ഇതിന് NOCയിലാണ് വേണമെങ്കിൽ
മാറാൻ പറ്റും? ഒരു 15 ദിവസം 1 മാസത്തിന്റെ ഉള്ളിൽ NOCക്ക് സമയം പിടിക്കുന്നുണ്ട്. പഞ്ചാബിലും ഹരിയാനയിലുമാണ് NOCക്ക് ഡിലേ ഉള്ളത്. UPയിലും ഡൽഹിയിലും ഒരു ഡിലേ ഇല്ല. UK-ലും ഡിലേ ഇല്ല. UK പറഞ്ഞാൽ ഉത്തരാഖണ്ഡാണ്. മറ്റേ UK അല്ല. ഇതിപ്പോ 2012 വാഹനം ഇന്റർകൂളർ എഞ്ചിൻ 490 വില. 490 തന്നെ. സെക്കൻഡ് ഓണർ 160 കിലോമീറ്റർ. വേറെ മേജർ ആയിട്ടുള്ള ഇതൊന്നും ഇല്ല. പൊതുവെ ഈ വണ്ടിയുടെ ഒക്കെ ഫ്രണ്ട് ഗ്ലാസ് മാറിയിട്ടുണ്ട്. അത് 2021 മാറിയ ഗ്ലാസ് ആണ്. വേറെ എഞ്ചിൻ സൈഡും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഇതിന് വേറെ പ്രത്യേകത വെച്ചാൽ 4 പുതിയ ടയർ നമ്മൾ ഇട്ടിട്ടുണ്ട്. 4 കരിം പുത്തൻ ടയർ. നല്ല അടിപൊളി സീറ്റ് കവർ ഉണ്ട്. പ്രശ്നങ്ങളൊന്നുമില്ല. പക്ക വണ്ടി ഒക്കെ വിശ്വസിച്ച് കണ്ണി ചിമ്മിട്ട് എടുക്കാൻ പറ്റിയ ഒരു വാഹനം കൂടിയാണ്. നല്ല മെക്കാനിക്കും കാര്യങ്ങളൊക്കെ ഉള്ള ഇന്റർകൂളർ എഞ്ചിനാണ്. 12 മോഡല്. നിങ്ങൾക്ക് NOCയിൽ 490 തരാൻ പറ്റും. അപ്പൊ വിളിച്ചോട്ടെ കേട്ടോ. പജേറോ എങ്ങനെയായിരുന്നു? 2010 മോഡല്. പുതിയ പേപ്പർ എടുത്ത വാഹനമാണ്. 2030 വരെ പുതിയ പേപ്പർ ഉണ്ട്. ഇത് നമ്പർ ആയിട്ടുള്ള വാഹനമാണ്. ഈ ഇപ്പൊ നിലവിൽ കിലോമീറ്റർ ഇറക്കുന്ന മീറ്ററിലുള്ളത് 89,500 കിലോമീറ്റർ ആണ്. നമ്പർ മാറിയതാണ്. വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നും വണ്ടിയിലില്ല. ചെറിയ രീതിയിലുള്ള പെയിന്റിംഗ് ആണ് ബോഡിയിലും കയറിയിട്ടുള്ളൂ. അണ്ടർ ബോഡി ഒക്കെ വേറെ മേജർ ആയിട്ടുള്ള ഇഷ്യൂസ് കാര്യങ്ങൾ, ചെറിയൊരു ഓയിൽ ലീക്ക് ഉണ്ട്. അത് നമുക്ക് തീർത്ത് കൊടുക്കുക കസ്റ്റമർക്ക്. അങ്ങനെ ഈ പജീറോ 2010 മോഡലിൽ ഇത്രയും ബോഡി ഷേപ്പിൽ കിട്ടല് വളരെ കുറവാണ്. അതെ, എന്തെങ്കിലും പുതിയ പേപ്പർ എടുത്തിട്ടുണ്ട്. 5 വർഷത്തെ പുതിയ പേപ്പർ. പുതിയ പേപ്പറിൽ കൊടുക്കാം. അതെ. ടയർ നോക്കുകയാണെങ്കിൽ 4 പുതിയ ടയർ ഉണ്ട്. ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ക്ലാസ് ഇല്ല, തേർഡ് പാർട്ടി ആണ്. ലോൺ കിട്ടില്ല. റേറ്റ് വന്നുള്ളത് 7,99,000 രൂപ കൊടുക്കാം. 7,99,000 കൊടുക്കാം. അതൊരു പജേറോ ആണ്. ആവശ്യക്കാരന് SFS ആണ്. ബുൾഡോഗ് എന്നുള്ള SFS വേരിയന്റിൽ വരുന്ന പജേറോ ആണ്. 4 വീൽ ഡ്രൈവ് ആണ്. എല്ലാം വർക്കിംഗ് ആണ്. റിവേഴ്സ് ക്യാമറ, ടച്ച് സ്ക്രീൻ, ലെതർ സീറ്റ്, ബാക്ക് വൈപ്പർ, അതുപോലെ തന്നെ എയർ ബാഗ്, ABS എല്ലാ ഓപ്ഷനും വർക്കിംഗ് ആണ്. സെൻട്രൽ ലോക്ക് കാര്യങ്ങളൊക്കെ വരുന്നുള്ള വാഹനമാണ്. ഇതാണ് നമുക്ക് 7,90,000 രൂപക്ക്. അതെ, ഒരു സ്വിഫ്റ്റ് എടുക്കുന്ന പൈസ ഉള്ളൂ. അപ്പൊ ആവശ്യക്കാർ വിളിച്ചോട്ടെ. UP ഉത്തർപ്രദേശിലെ ഒരു വാഹനമാണ്. ഏതാണ് ബ്രോ ഇത്? അത് അടിപൊളി ഫാൻസി നമ്പർ അടക്കമുള്ള വാഹനം. അടിപൊളി ഫാൻസി നമ്പർ ഉണ്ടല്ലേ. സിംഗിൾ ഓണർ ആണ്. 1,25,000 കിലോമീറ്റർ. 8 സീറ്റ് വണ്ടിയാണ്. 8 സീറ്റ് വണ്ടിയൊക്കെ അവിടുന്ന് നിങ്ങൾ എടുക്കുന്ന സമയത്താണെങ്കിൽ 8 സീറ്റ് വണ്ടിക്കൊക്കെ ഓരോ വർഷവും കൂടുമ്പോൾ ടെസ്റ്റ് എടുക്കണം. അവിടെ പ്രൈവറ്റ് വണ്ടിക്ക്, ടാക്സിക്കല്ല, പ്രൈവറ്റ് വണ്ടി. അപ്പൊ നിങ്ങള് ഇത് 8 സീറ്റ് വണ്ടിയാണ്. ഇതിപ്പോ നമ്മള് അടിച്ചു നോക്കുമ്പോ നെറ്റിൽ കാണിക്കുമ്പോ പേടിക്കണ്ട. ഇതെന്താ അടുത്ത വർഷം ടെസ്റ്റ് തീരുവോന്നൊക്കെ പേടിക്കണ്ട. 2000 എല്ലാ വർഷവും 8 സീറ്റ് വണ്ടിക്ക് ഉത്തർപ്രദേശിൽ ടെസ്റ്റ് എടുക്കണം. ടാക്സും കാര്യങ്ങളും നടക്കണ്ട, ടെസ്റ്റ് എടുക്കണം. 2016 കുഴപ്പമില്ല. പിന്നെ നമ്മളെ കേരളത്തിൽ നമ്പർ ആവരി കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ട് പ്രശ്നമൊന്നുമില്ല. ഇത് പിന്നെ ഓട്ടോമാറ്റിക് മാനുവൽ വണ്ടി 2.4 മാനുവൽ 2016 ഒറിജിനൽ പ്രൈവറ്റ് വണ്ടിയാണ്. അതും 8 സീറ്റ് ആണ്. മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. കിലോമീറ്ററും ജെന്യുവിൻ ആണ്. ടയർ കണ്ടീഷൻ ഒരു ഓൾമോസ്റ്റ് ഒരു 90% മുകളിൽ എല്ലാ ടയറും ഉണ്ട്. സീറ്റ് കവർ കാര്യങ്ങളുണ്ട്. G ആണ് വേരിയന്റ്. G4 ആണ്. ഈ വാഹനത്തിൽ നമുക്ക് 10,90,000 രൂപ കൊടുക്കാം. നമ്പർ ആക്കിയില്ല. NOC. ഇത് നമുക്ക് കിലോമീറ്റർ കുറവുള്ള 8 സീറ്റ് വണ്ടി അന്വേഷിച്ച് വരുന്ന ആളുകൾക്കൊക്കെ ബെസ്റ്റ് ചോയ്സ് ആണ്. അതും പ്രൈവറ്റ് വെഹിക്കിൾ, ഒറിജിനൽ പ്രൈവറ്റ് വെഹിക്കിൾ ആണ്. സിംഗിൾ ഓണർ ആണ്. അപ്പൊ ഇങ്ങനെ നിങ്ങൾ എടുത്ത് കൊണ്ടുപോവാണെങ്കിൽ 10,40 തരും. 10,90. ഓക്കെ. ഇവിടെ ഒരു ഇന്നോവ ക്രിസ്റ്റ, വീണ്ടും ഒരു കിതുമത്തിന്റെ ക്രിസ്റ്റ. ഇതെങ്ങനെയായിരുന്നു? ഇത് 2017 മോഡൽ 18 റേസർ. 17 മോഡൽ 18 റേസർ. ഇപ്പൊ നിലവിൽ നിലമ്പൂരിലോട്ട് NOC അടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ മാറ്റി നടക്കൂല. നിലമ്പൂരിലോട്ട് NOC അടിച്ചു. അപ്പൊ നമുക്ക് ഇവിടെ 9,90,000 രൂപക്ക് ഇത് NOCയിൽ നിങ്ങൾക്ക് തരാൻ പറ്റും. നമ്പർ ആയിട്ടാണെങ്കിൽ 11.5 ലക്ഷം രൂപക്ക് തരാൻ പറ്റും. ഇത് മാനുവൽ വണ്ടി. അത് G+ ആണ്. 2017-18 റേസർ. അഡീഷണൽ ആയിട്ട് ലെതർ സീറ്റ് കവർ, സ്റ്റെപ്പ്, ഹൈറ്റ് അഡ്ജസ്റ്റ് സീറ്റ്, അതുപോലെ സ്റ്റാരിംഗ് കൺട്രോളുകൾ കാര്യങ്ങൾ, അങ്ങനെയുള്ള ഓപ്ഷൻസ് കൂടുതലുണ്ട്. ഇത് Type 3 കൺവേർഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. 2,40,000 കിലോമീറ്റർ വിത്ത് കമ്പനി ഹിസ്റ്ററി ഇതിൽ ഉള്ളതാണ്. മേജർ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും വണ്ടിയിലില്ല. അപ്പോ 990. അപ്പൊ ആവശ്യക്കാർ വിളിച്ചോട്ടെ അല്ലെ. പുലിമുരുകൻ അല്ല, ജാഗോർ ആണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. എങ്ങനെയായിരുന്നു ബ്രോ ഇത്? 2018-19 ഒറിജിനൽ കേരള വാഹനം. അതും A to Z സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് പോയിട്ടുണ്ട്. പിന്നെ ഈ ഒരു വാഹനത്തിന് പ്രത്യേകിച്ച്
NCB 50% വരെ കഴിഞ്ഞ ഇൻഷുറൻസ് വരെ NCB ഉണ്ടായിരുന്നു. ഇതുവരെ ഒരു ക്ലെയിമും വണ്ടിയിൽ എടുത്തിട്ടില്ല. അപ്പൊ നമ്മളിപ്പോ ഇൻഷുറൻസ് തെറ്റിയിട്ടുണ്ടായിരുന്നു, ഇൻഷുറൻസ് അടച്ചിട്ടുണ്ടായപ്പോ NCB ഇല്ലാതെയാണ് എടുത്തിട്ടുള്ളത്. കാരണം ഈ കസ്റ്റമർ എടുക്കുന്ന സമയത്ത് പുതിയ കസ്റ്റമർ NCB എത്രയാണോ ഡിസ്കൗണ്ട് ഇട്ടുള്ളത് അത് മൊത്തം ഈ പുതിയ കസ്റ്റമർ അടക്കേണ്ടി വരും. അതുകൊണ്ടാണ് പുതിയ ഇൻഷുറൻസിൽ നമ്മൾ NCB കട്ടാക്കിയത്. അത് നിങ്ങൾക്ക് ഹിസ്റ്ററി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. സർവീസ് ഉണ്ട്, 80,000 കിലോമീറ്റർ വിത്ത് സർവീസ്. 80,000 കിലോമീറ്റർ ഡീസലിൽ 20 കിലോമീറ്റർ മൈലേജും കിട്ടും. 2.0 എല്ലാ ഓപ്ഷൻസ് സൺറൂഫ് അടക്കം വരുന്ന വാഹനമാണ്. സൺറൂഫ് അടക്കം വരുന്ന വണ്ടി. അതും കേരള വാഹനമാണ്, ഒറിജിനൽ സിംഗിൾ ഓണർഷിപ്പ് ആണ്. അടിപൊളി നമ്പർ, ഫാൻസി 3000 എന്നുള്ള നമ്പർ ഉണ്ട്. ഈ വാഹനം നമുക്ക് 28.5 ലക്ഷം രൂപ നമ്മൾ ചോദിച്ചിട്ടുള്ളത്. 28 ലക്ഷം രൂപ കൊടുക്കാം. 28 ലക്ഷം ഈ ഫോർച്യൂണറോ ക്രിസ്റ്റയൊക്കെ ലോൺ അത്ര തന്നെ കിട്ടോ? 29 ലക്ഷം വരെ ലോൺ അത്ര ലോണും കിട്ടുമല്ലേ? ഓക്കെ, അപ്പൊ ആവശ്യക്കാർ വന്നോട്ടല്ലേ. പിന്നെ ഇവിടെ ഒരു ഇന്നോവ ക്രിസ്റ്റയാണ്, അതും മുന്തിരി കളറുള്ള ഒരു ക്രിസ്റ്റ. എങ്ങനെയായിരുന്നു ഇത്? Z ഓട്ടോമാറ്റിക്. Z ഓട്ടോമാറ്റിക് വണ്ടി 2.8 Z ഓട്ടോമാറ്റിക്. നമ്മളെ ഇൻട്രോയിൽ നമ്മൾ പറഞ്ഞു കിലോമീറ്റർ കുറഞ്ഞ ക്രിസ്റ്റകൾ അന്വേഷിക്കുന്നവർക്കൊക്കെ വെറും 77,000 കിലോമീറ്റർ ഓടിയ വിത്ത് ഹിസ്റ്ററി ഉള്ള എല്ലാ പ്രോപ്പർ ഷോറൂമിലും 4 ടയറും പുതിയത്. Z ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർ, ഫാൻസി നമ്പർ. അതെ, UK വണ്ടിയാണ്. അപ്പൊ നിങ്ങൾ ഇപ്പൊ നിലവിൽ NOC കൊടുത്തിട്ടില്ല, ഒരാഴ്ചന്റെ ഉള്ളിലൊക്കെ ആണെങ്കിൽ നമുക്ക് നിങ്ങളുടെ പേരിലോട്ട് തന്നെ NOC എടുത്ത് തരാൻ പറ്റും. അപ്പൊ ഈ ഒരു വാഹനത്തിന് നമ്മൾ റേറ്റ് ഉദ്ദേശിക്കുന്നത് വെറും 77,000 കിലോമീറ്റർ ഓടിയ വണ്ടി. നാളെ ഞാൻ ഡൽഹിയിൽ പോകുന്നുണ്ട്. ആ കൂട്ടത്തിൽ നിങ്ങൾക്ക് 2-3 ഇതിലും കുറഞ്ഞ കിലോമീറ്റർ അവിടുന്ന് നിങ്ങൾക്ക് സെർച്ച് ചെയ്തെങ്കിൽ ഞാൻ എടുത്തുതരാൻ പറ്റും. അതൊക്കെ ഈ മാർക്കറ്റ് കരോൾ ബാഗ് അങ്ങനത്തെ ഉള്ള ഏരിയയിലല്ല കേട്ടോ അതൊന്നുള്ളത്. അത് UP ലക്നൌവില് അതിന്റെ ഉള്ളേരിയ സ്ഥലങ്ങളിലാണ് ഇതേപോലുള്ള കിലോമീറ്റർ കുറഞ്ഞ വാഹനങ്ങൾ ഉണ്ടാവുക. അതെ, അങ്ങനത്തെ വണ്ടികൾ. അത് ഷോറൂമില് അത് വണ്ടിയൊന്നും ടാക്സി ഓടാത്ത വാഹനങ്ങൾ, അതൊക്കെ പ്രൈവറ്റ് വെഹിക്കിൾ, ഒറിജിനൽ പ്രൈവറ്റ് വണ്ടികൾ നമുക്ക് വിശ്വസിച്ച് എടുക്കാം. ഏത് വണ്ടിയുടെയും നമ്മൾ നമ്പർ മറക്കാത്തതുകൊണ്ട് നിങ്ങൾക്ക് അറിയാം ടാക്സി ആണോ പ്രൈവറ്റ് ആണോ എന്നൊക്കെ നിങ്ങൾക്ക് അടിച്ചു നോക്കി അറിയാം. അപ്പൊ ഈ ഒരു വാഹനം നിങ്ങൾക്ക് 14,90 വിത്ത് NOC തരാൻ പറ്റും. 14,90 കൊടുക്കാം. അതും Z ഓട്ടോമാറ്റിക് വണ്ടി. ഓക്കെ, അപ്പൊ ആവശ്യക്കാർ വന്ന് നോക്കിക്കോട്ടെ. ഇവിടെ വീണ്ടും ഒരു വൈറ്റ് ക്രിസ്റ്റ. ഇതെങ്ങനെയായിരുന്നു? ഇത് പേൾ വൈറ്റ് കളർ ക്രിസ്റ്റ. പേൾ വൈറ്റ്, നല്ല അടിപൊളി മോഡൽ. സെയിം മോഡൽ, സെയിം ഓപ്ഷൻ ആണ് Z ഓട്ടോമാറ്റിക്. Z ഓട്ടോമാറ്റിക് തന്നെ സെയിം, ഒരു ഉമ്മ പെറ്റ മക്കളെ പോലെ രണ്ട് അല്ല. ഇതിപ്പോ നമ്മളെ പേരിലോട്ട് NOC കൊടുത്തിട്ടുണ്ട്. ഒരാഴ്ച കൊണ്ടൊക്കെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ മാറ്റി കൊടുക്കാം. ആ ഒരു ഫീസേ പോവുള്ളൂ, കുഴപ്പമില്ല. ഇത് ഹരിയാന സിംഗിൾ ഓണർ വണ്ടി, ഹരിയാന വണ്ടി. ഇതിന് നമുക്ക് അത് 14,90 ആണെങ്കിൽ ഇത് 13,70. ഇത് കുറച്ച് കൊടുക്കാം. കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വിത്ത് കമ്പനി സർവീസ്. ഇതിലും ക്ലെയിമോ പമ്പർ അല്ലാതെ വേറെ മെറ്റൽ ബോഡിയിലൊന്നും ഈ ഒരു ബോണ്ടിന്റെ തുമ്പത്തും പമ്പറിലും മാത്രമേ റീപെയിന്റ് ചെയ്തിട്ടുള്ളൂ. റീപ്ലേസോ കാര്യങ്ങളോ ആക്സിഡന്റോ ഫ്ലഡോ കാര്യങ്ങളോ ഒന്നും വണ്ടിയിലില്ല. ഇതിന്റെ അവിടെ നിന്നുള്ള ഫോട്ടോയും അവിടെ നിന്നുള്ള വീഡിയോസ് ഒക്കെ നമുക്ക് ഈ 2 വണ്ടിയുടെയൊക്കെ നമുക്ക് തരാൻ പറ്റും. അപ്പൊ നമുക്ക് അവിടെ ഇപ്പൊ നാളെ മറ്റന്നാളെ ഞാൻ അവിടെ ഉണ്ടാവും. അപ്പൊ ജസ്റ്റ് അവിടെ നിന്ന് നേരിട്ട് പോകുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. ഇതിലും വില കുറവിൽ നമുക്ക് തരാൻ പറ്റും. ഫണ്ട് നമ്മൾ മുടക്കാത്തതുകൊണ്ട് അപ്പൊ നിങ്ങൾക്ക് തന്നെ ഡയറക്റ്റ് ഓണർ കയ്യിൽ നിന്ന് വാഹനങ്ങൾ പർച്ചേസ് ചെയ്ത് തരാൻ പറ്റും. ഈ വാഹനങ്ങളെ ഫുള്ള് ഡീറ്റെയിൽ മൂപ്പരോട് ചോദിച്ചാൽ മൂപ്പര് പറഞ്ഞു തരും. നിങ്ങളിപ്പോ ഇവിടെ വീഡിയോയിൽ 4 നമ്പർ ഉണ്ട്, അതിൽ നിങ്ങൾ ഏതെങ്കിലും നമ്പർ വിളിച്ചിട്ട് മൂപ്പരെ നമ്പർ ചോദിച്ചാൽ മതി. അപ്പൊ ഇവിടുന്ന് ഇവിടുത്തെ സ്റ്റാഫ് തരും കേട്ടോ. ഓക്കെ, അപ്പൊ ബാക്കി കൂടുതൽ ഡീറ്റെയിൽ ചോദിച്ചാൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാൻ പറ്റും. പിന്നെ അടുത്ത നമുക്ക് ഏതാണ്? ഒരു ഇതേത് കളറായിട്ട് 18 വണ്ടി. ഇത് കസ്റ്റമർ പാർക്ക് ആൻഡ് സെയിൽ വന്നുള്ള വണ്ടി. ആക്സിസ് ബാങ്കിൽ ഇപ്പൊ നിലവിൽ 10.25 11 ലക്ഷത്തിനടുത്ത് ലോൺ ഉണ്ട് ക്ലോസ് ചെയ്യാൻ. ജസ്റ്റ് ഈ ഒരു വാഹനം ഒരു പാർട്ടി നോക്കിയപ്പോ ഞാൻ ജസ്റ്റ് നോക്കിയെന്നാൽ കസ്റ്റമർ 14 ലക്ഷം രൂപ ലോൺ ക്ലോസ് ചെയ്യാണ്ടായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. ഈ ഒരു വാഹനം നിങ്ങൾക്ക് 18 G4 ഓട്ടോമാറ്റിക് 1.22 ഓടിയ വാഹനമാണ്. നിലവില് ഇപ്പോ റീസെന്റ് ആയിട്ട് സർവീസ് കഴിഞ്ഞു. 1.22 സർവീസ് 68,000 രൂപയുടെ സർവീസ് എന്തോ ചെയ്തിട്ടുണ്ട്. ബില്ലും കാര്യങ്ങളൊക്കെ കസ്റ്റമർ നമുക്ക് തന്നിട്ടുണ്ട്. ആക്സിസ് ബാങ്കിൽ ലോൺ ഉള്ള വണ്ടിയാണ്. ലോൺ നിർത്തിയിട്ട് ഒരാളും ചോദിക്കണ്ട, തരൂല. വണ്ടി ക്ലോസ് ആക്കിയിട്ട് നിങ്ങളെ പേരിലോട്ട് ലോൺ ചെയ്യാൻ പറ്റും. ഈ വണ്ടി തന്നെ നിങ്ങൾക്ക് 15 ലക്ഷം വരെ ലോൺ ചെയ്യാം. ഇത് 15.90 വണ്ടിയുടെ 15.90 കൊടുക്കാം. 15.90 നിങ്ങൾക്ക് 15 ലക്ഷം വരെ ലോൺ മാക്സിമം കിട്ടും. കേരള വാഹനാണ്. 18 മോഡൽ ഉണ്ട്, 8 സീറ്റ് ആണ്, ഓട്ടോമാറ്റിക് 2.8 G4 ഓട്ടോമാറ്റിക്. അപ്പൊ ആവശ്യക്കാർ വന്നോട്ടെ. ഖിദ്മത്തിന്റെ മഹീന്ദ്രന്റെ താറ് CRD 3 ലക്ഷം രൂപന്റെ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഉള്ള വാഹനം. 3 ലക്ഷം രൂപന്റെ എക്സ്ട്രാ ഫിറ്റ് കയറി.
ടയർ, ഓഫ് റോഡ് ബമ്പർ, അതുപോലെ തന്നെ ഹാർഡ് ടോപ്പ്, AC, പവർ സ്റ്റാരിംഗ്, 4-wheel ഡ്രൈവ്, അതും CRDA എഞ്ചിൻ വരുന്ന വാഹനം. AC, പവർ സ്റ്റാരിംഗ്, പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, റിമോട്ട്, ഹാർഡ് ടോപ്പ്, അതും പ്രൊജക്ടർ ലാമ്പ്, DRL കാര്യങ്ങൾ, വീതി കൂടിയ ടയർ, ഡിസ്ക്, മറ്റേ ഓഫ് റോഡ് ബമ്പർ, ബാക്ക് ബമ്പർ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് എക്സ്ട്രാ ഫിറ്റുള്ള വണ്ടിയല്ലേ? എഞ്ചിന് കാര്യങ്ങളൊക്കെ പക്ക 76,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇത് കേരള വണ്ടിയല്ലേ? ഒറിജിനൽ കേരള, അതും KL 0224400 നമ്പർ. നല്ല ഫാൻസി നമ്പർ. എത്രയാണ് ആസ്ക് ചെയ്യണേ? 5,99,000 രൂപയ്ക്ക് ഈ ഒരു വാഹനം കൊടുക്കാം. ലോൺ എത്ര കിട്ടും? ലോൺ നമുക്ക് ഒരു 5 ലക്ഷത്തിന്റെ ഉള്ളിൽ ലോൺ, ഒരു 4 to 4.4. ഓക്കെ, അപ്പൊ ഒരു ജമാഅത്തിന്റെ ആളുകൾക്ക് ഇരുന്ന് പോകാൻ പറ്റിയ ഒരു വാഹനം അല്ലെ? അത് RC ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. 10 സീറ്റ് കമ്പനി വരുന്ന വാഹനം. SF സോറി, 2000 മോഡൽ വരുന്ന ടൊയോട്ടന്റെ കോളീസ്. ഈ വാഹനം കമ്പനി തന്നെ ഒഴിവാക്കി വലിച്ചെറിഞ്ഞത് കംപ്ലൈന്റ് ഇല്ലായിട്ടാണ്. വണ്ടി എടുക്കുന്നുണ്ട്, പക്ഷെ വണ്ടി കംപ്ലൈന്റ് ആയിട്ട് ഷോറൂമിലോട്ട് വരുന്നില്ല. അങ്ങനെയാണ് ഈ വാഹനം നിർത്തിയിട്ട് ഇന്നോവ ഇറക്കുന്നത്. അപ്പൊ അതിലും വലിയ കംപ്ലൈന്റ് ഇല്ലാത്ത വണ്ടിയാണ് ഇന്നോവ. അങ്ങനെ ഈ കമ്പനി തന്നെ കംപ്ലൈന്റ് ഇല്ല എന്ന് പറഞ്ഞ് സർട്ടിഫൈ ചെയ്ത വണ്ടിയാണ് ഈ ഒരു കോളീസ്. ഇത് ഒറിജിനൽ കേരള വാഹനമാണ്. 2000 മോഡല്, 27 വരെ പേപ്പർ, പുതിയ ഇൻഷുറൻസ്, 90% ടയർ, മേജർ ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ബ്ലാക്ക് കളറാണ് ഈ ഒരു വാഹനം. നമുക്ക് കമ്പനി കളർ അടിച്ചതാണ് അവർ, മാറ്റിയതാണ്. 2000 മോഡലാണ്. പുതിയ പേപ്പർ കാര്യങ്ങളൊക്കെ നിലവിൽ വാലിഡ് ആണ് കേട്ടോ. ഈ വാഹനം 1,49,000 കൊടുക്കാം. 1,49,000 കൊടുക്കാം അല്ല? ഒരു ടെൻഷനും വേണ്ട. നല്ല പവർ സ്റ്റാരിംഗ്, നല്ല അടിപൊളി ലെതർ സീറ്റ് കവർ, സെറ്റ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി. എല്ലാ സെറ്റപ്പും ഉണ്ട്. അത് കാണിച്ചു കൊടുക്കാം നമുക്ക് വീഡിയോയില്. തീർച്ചയായും. അപ്പൊ വിളിച്ചോട്ടോ. ഒരു ഉമ്മ പെറ്റ മക്കളെ പോലെ 2 7 സീറ്റ് വാഹനമാണ്. അതും സെക്കൻഡ് സ്വിഫ്റ്റ് കാർ എടുക്കുന്ന പൈസക്ക് ഈ വണ്ടികൾ നിങ്ങൾക്ക് തരും. എങ്ങനെയായിരുന്നു? ഇത് ഡീസലാണ്, ഇത് പെട്രോളാണ്. ഇത് പെട്രോളാണ്. ഡീസൽ വണ്ടി പെട്രോൾ റയറാണ്, ആവശ്യക്കാർ അധികം ഉണ്ട് ഡീസലിനേക്കാൾ. ഞാൻ പിന്നെ പറഞ്ഞു കൊടുക്കാം. ആദ്യം ഡീസൽ പറഞ്ഞു കൊടുക്കാം. 2013 രജിസ്റ്റർ വരുന്നത് 12 മോഡൽ വണ്ടി. ZDA ആണ്, എയർ ബാഗ്, ABS ഒക്കെ വരുന്ന വണ്ടി. ഈ വാഹനം 2013 വണ്ടി. 1,60,000 ഓടിയിട്ടുണ്ട്. ഒക്കെ നിങ്ങൾക്ക് മെക്കാനിക് കാര്യങ്ങളൊക്കെ ഇപ്പൊ നിലവിൽ എഞ്ചിനും കാര്യങ്ങളൊക്കെ പക്കയായിട്ട് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. 90,000 രൂപ കൊടുത്ത് ബില്ലും കാര്യങ്ങളൊക്കെ വണ്ടിയിലുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല വണ്ടി. നിലവിൽ ഈ ഒരു വാഹനം നമുക്ക് 4,20 വണ്ടി 4,20 കൊടുക്കാം. മാക്സിമം ലോൺ എങ്ങനെ? ഒരു 3.25 ലോൺ ചെയ്തു. 3.25 ലോൺ ചെയ്ത് കൊടുക്കാം. 10,50 രൂപ ഉണ്ടെങ്കിൽ എടുക്കാൻ പറ്റും. ഇവിടെ ഒരു പെട്രോൾ വണ്ടി കേട്ടോ. പെട്രോൾ വണ്ടി 2015 മോഡലാണ്. ZXi ആണ് അല്ലെ? ഓക്കെ, എല്ലാ സെറ്റപ്പും വരുന്ന ഒരു വണ്ടിയാണ്. AC, പവർ സ്റ്റാരിംഗ്, 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, റിമോട്ട്, അതുപോലെ തന്നെ സെൻട്രൽ AC ഉണ്ടാവും. സെൻട്രൽ AC ഉണ്ടാവും. വേറെ ആക്സിഡന്റ്, റീപ്ലേസ്, ഫ്ലഡ് കാര്യങ്ങളൊന്നുമില്ല. 1,10 ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർ ആണ്. ഇത് നമുക്ക് 4,90 റേറ്റ് പറഞ്ഞുള്ളത്. ഒരു 4,85 വണ്ടി കൊടുക്കാം. 4,85 കൊടുക്കാൻ പറ്റൂല്ലേ? ഓക്കെ, 2015 VXi. ഓക്കെ, അടുത്തല്ലേ? ഇവിടെ ഒരു BRV, ഒരു 7 സീറ്റ് വാഹനമാണ്. ഡീസലില് 20 കിലോമീറ്ററിന് മേലെ മൈലേജ് കിട്ടുന്ന. ഇത് പെട്രോൾ ആയിരുന്നു. ഓക്കെ, പെട്രോൾ ഏകദേശം എത്ര മൈലേജ് കിട്ടും? 15 to 16 അത്ര കിട്ടും അല്ലേ? ഓക്കെ, ഇതെങ്ങനെയായിരുന്നു? 2018 മോഡല്, സിംഗിൾ ഓണർ, 90,000 കിലോമീറ്റർ, ബട്ടൺ സ്റ്റാർട്ടും, അലേവിയിലും, ബാക്ക് വൈപ്പറും, ഡീഫോഗറും, ലെതർ സീറ്റും കാര്യങ്ങളൊക്കെ വരുന്ന. അതെ, പ്രൊജക്ടർ ഹെഡ്ലാമ്പ്, DRL, റണ്ണിംഗ് ലൈറ്റ്, 99% ടയർ ഉണ്ട്. ഇൻഷുറൻസും പുതിയതാണ്. ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസും ഉണ്ട്. 6.25 ലക്ഷം രൂപക്ക് നമുക്ക് വണ്ടി കൊടുക്കാം. മാക്സിമം ഫുള്ള് ലോൺ ചെയ്ത് കൊടുക്കാം. ഫുള്ള് ലോൺ, 1 രൂപ വേണ്ട. ഇവിടെ ഈ 7 സീറ്റ് വണ്ടി വേണം, മൈലേജ് കൂടുതൽ വേണം, ഓട്ടോമാറ്റിക് വേണമെന്നൊക്കെ അന്വേഷിക്കുന്ന ആൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു കിരുമത്തിന്റെ വാഹനം. അതും ഹോണ്ടന്റെ BRV ഓട്ടോമാറ്റിക്, അതും V ഓപ്ഷൻ. ഓക്കെ, V ആണ് ഓപ്ഷൻ വരുന്നത്. ഷിഫ്റ്റിംഗ് അടക്കം വരുന്ന വണ്ടി. അതും കിലോമീറ്ററിൽ 25 കിലോമീറ്റർ നിങ്ങൾക്ക് മൈലേജും കിട്ടും. ഉറപ്പായിട്ടും. CNG ആണ് അല്ലേ? ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ കറക്റ്റ് പറയുന്നത് മൈലേജ്. ഇപ്പൊ CNG കാലിബ്രേഷനും കഴിഞ്ഞിട്ടുണ്ട്. അല്ല, CNG അല്ലെങ്കിൽ ഇത് പെട്രോൾ അല്ലേ? പെട്രോൾ ആകുമ്പോൾ നിങ്ങൾക്ക് കമ്പനി മൈലേജ് 16-17 കിലോമീറ്റർ മൈലേജ് കിട്ടുള്ളൂ. അല്ല, അങ്ങനല്ല ഞാൻ ചോദിക്കുന്നത്. ഇത് CNG വിത്ത് പെട്രോൾ. വിത്ത് പെട്രോൾ. CNG കഴിഞ്ഞാലും പെട്രോൾ ഉപയോഗിക്കാൻ പറ്റും. ഇപ്പൊ അത്യാവശ്യം ഇപ്പൊ കൂടുതൽ ആളുകൾ CNGയിലോട്ട് മാറുന്നുണ്ട്. പെട്രോൾ വണ്ടികൾ മാത്രമേ ഇപ്പൊ കമ്പനി സ്റ്റോക്കിൽ ഇറക്കുന്നുള്ളൂ. അപ്പൊ ആളുകൾക്ക് പണ്ട് ഡീസൽ വണ്ടി ഉപയോഗിച്ച ആളുകൾക്ക് അത് താരതമ്യം ചെയ്യാൻ വളരെ പ്രയാസമാണ്. അപ്പൊ അവർക്കാണ് ഈ CNG കൂടുതൽ ഇറങ്ങുന്നത്. അപ്പൊ ഇത് പിന്നെ 16 മോഡൽ അല്ലേ? 16 മോഡല് വണ്ടി
വേറെ മേജർ ആക്സിഡന്റ് ഇല്ല ഈ ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്, കമ്പനി ഹിസ്റ്ററിയിലുണ്ട്. 2016 മോഡല്. ഈ ഒരു വാഹനം നിങ്ങൾക്ക് ഓഫറിലുണ്ട് കേട്ടോ, 5,99,000. 5,99 ഓഫറിന് കൊടുക്കുക. വീണ്ടും ഇവിടെ ഒരു 7 സീറ്റ് വാഹനം BRV. ഇത് ഡീസൽ പെട്രോൾ തന്നെയല്ലേ? ഇത് CNG ഉണ്ടാവില്ല. ഇല്ല, CNG ഇല്ലാത്ത ഒരു 16 കിലോമീറ്റർ മൈലേജ് കിട്ടും അല്ല? ടെൻഷൻ വേണ്ട, അത് ഉറപ്പായിട്ടും കിട്ടും. എങ്ങനെയായിരുന്നു മോഡല്? 16 മോഡലാണ് VX, ഏറ്റവും ടോപ്പ് വേരിയന്റ്. ഇതിനൊരു വേറെ ഹൈലൈറ്റ് ഉള്ളത് ഇതിൽ കിലോമീറ്റർ 56,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ ആകെ. അത്രയും ജെനുവിൻ കിലോമീറ്റർ. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. മേജർ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും വണ്ടി വേറെ ഒരു പ്രശ്നമില്ല. 56 പിന്നെ നമുക്ക് ഇതിൽ വേറൊരു ക്വാളിറ്റി എന്താ വെച്ചാൽ ഈ വണ്ടിയിൽ കൂടുതൽ റീപെയിന്റ് കയറിയിട്ടില്ല. അതൊരു വേറൊരു ഹൈലൈറ്റ് ആണ്. ടയർ കണ്ടീഷൻ ഒരു 90%. ടയറും 4 പുതിയതാണ്. ഇൻഷുറൻസ് നിങ്ങൾക്ക് പുതിയത് എടുത്തു തരാനും പറ്റും. വണ്ടിയുടെ റേറ്റ് വന്നുള്ളത് 6,45,000. 6,60 ഫൈനൽ കൊടുക്കുക. 6,60 ഫൈനൽ കൊടുക്കുക. അതും കിലോമീറ്റർ 56,000 കിലോമീറ്റർ വാഹനമാണ്. നിങ്ങൾ ലെതർ സീറ്റ്, അതുപോലെ തന്നെ ടച്ച് എല്ലാം കമ്പനി തന്നെ ഇൻബിൽഡ് ആയിട്ട് വരുന്നതാണ്. ഇത് കേരള വണ്ടി ഒറിജിനൽ കേരള വണ്ടിയാണ്. അപ്പൊ ആവശ്യക്കാർ വന്ന് നോക്കും.